ഇവളാണ് നമ്മുടെ കഥാനായിക പച്ചക്കിളി. ഇനി നമുക്ക് ഇവളുടെ കൂടെ യാത്ര പോയാലോ? ഒരു എയർ ഹോസ്റ്റസിന്റെ ലൈഫ് എങ്ങനെയായിരിക്കും എന്ന് കണ്ടാലോ? പ്ലെയിൻ ടേക്ക് ഓഫ് ചെയ്യണ കാരണം എല്ലാവരുടെ അടുത്ത് ഇലക്ട്രോണിക് സാധനങ്ങളൊക്കെ ഓഫ് ആക്കാൻ പറയായിരുന്നു. എല്ലാവരും പറഞ്ഞതുപോലെ കേട്ടു. പക്ഷെ ഒരു വികൃതി പയ്യൻ അവിടെ ഇരുന്ന് ടാബ് കാണുമായിരുന്നു. നിങ്ങളാണ് ഹോസ്റ്റസ് എങ്കിൽ നിങ്ങൾ എന്ത് ചോദിച്ചാനേ? ഓഫ് ആക്കാൻ പറയോ അല്ലെങ്കിൽ താൻ പൊട്ടനാണോ എന്ന് ചോദിക്കുവോ? ചെറിയ കുട്ടിയല്ലേ, നമുക്ക് ഓഫ് ആക്കാൻ ആദ്യം പറഞ്ഞു നോക്കാം. നമ്മൾ ആദ്യം സമാധാനത്തിൽ പറഞ്ഞിട്ട് അവന് മനസ്സിലാവണില്ല. അപ്പം നമുക്ക് ആ സീരീസിന്റെ ക്ലൈമാക്സ് തന്നെ അവന് പറഞ്ഞു കൊടുക്കാം. അപ്പം അവന് തൃപ്തി ആയിക്കോളും. എനിക്ക് ദേഷ്യം വരുമ്പോൾ ഞാൻ അങ്ങനെ ചെയ്യാറ്. നിങ്ങൾ എന്ത് ചെയ്യാറ്? അങ്ങനെ ക്ലൈമാക്സ് പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ ആരുടെയെങ്കിലും അടുത്ത്? എന്നതനുസരിക്കാത്ത അവൻ അങ്ങനെ തന്നെ വേണം. അയ്യോ, അതാ ആ ചേട്ടൻ ഛർദ്ദിക്കാൻ പോകുന്നു. നമ്മുടെ പച്ചക്കിളീനെ കൈ കൊണ്ട് വേഗം വിളിക്കുന്നുണ്ട്. അവളെന്താ ചെയ്യാൻ നോക്കാം. അവൾക്ക് ഛർദ്ദിക്കാൻ വരണമെന്ന്. നമുക്ക് 2 ഓപ്ഷൻ തന്നിട്ടുള്ളത്. ഒരു വോമിറ്റ് ബാഗ് കൊടുക്കുക, അല്ലെങ്കിൽ ടേപ്പ് വെച്ച് ഒട്ടിക്കും. ഛർദ്ദിക്കാൻ വരുന്ന മുഖത്ത് ടേപ്പ് വെച്ച് ഒട്ടിച്ച എങ്ങനെ ഇരിക്കും? വിഷമിക്കേണ്ട ചേട്ടായി, ടേപ്പ് വെച്ച് ഒട്ടിച്ച നിങ്ങൾക്ക് ഛർദ്ദിക്കാനേ വരില്ല. അയാളുടെ ശരീരത്തിന്റെ ഉള്ളിൽ തന്നെ ഛർദ്ദിച്ചു. അയ്യോ, എയർപ്ലെയിനിൽ എമർജൻസി വന്നു. എന്താ നമ്മുടെ എമർജൻസി? അയ്യോ, നമ്മുടെ ക്യാപ്റ്റൻ ഹാർട്ട് അറ്റാക്ക് വന്നേ. അയാൾ വീണ് പോയേ. എയറോപ്ലെയിനിൽ തന്നെ ഇരുന്നുകൊണ്ട് നമുക്ക് CPR കൊടുക്കണം. നമുക്ക് നമ്മുടെ പൈലറ്റിനെ രക്ഷിക്കാം. ഇയാളെങ്ങാനും വടിയായി പോയാൽ നമ്മുടെ പച്ചക്കിളിയും പോവും, നമ്മളും വീഴില്ല. അങ്ങനെ എങ്ങനെയോ അദ്ദേഹത്തെ രക്ഷപ്പെടുത്തി. കണ്ടില്ലേ, വീഡിയോ കോള് വിളിക്കണേ, നന്ദി പറയാനാവും. അതെ, അദ്ദേഹം നന്ദി പറയുകയാണ് നമ്മുടെ അടുത്ത്. ഈ ഓപ്ഷനിൽ ഏത് റിപ്ലൈ നമ്മൾ കൊടുക്കണ്ടേ? പൈലറ്റ് മാമനെ രക്ഷിച്ചത് എൻ്റെ ജീവൻ കൂടി രക്ഷിക്കാനാണ്. നീ വണ്ടി ഓടിച്ചില്ലെങ്കിൽ അത് തല കുത്തി വീണ് കഴിഞ്ഞാൽ ഞാൻ മരിക്കില്ലേ? അത്ര പോലും ബുദ്ധിയില്ലേടാ പൈലറ്റ് മാമ. പക്ഷെ ഇവിടെ ഒരു ഓപ്ഷൻ കൊടുത്തേക്കുന്നത് എനിക്ക് നീ ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല. ഒരു പൈലറ്റ് അല്ലേ, നമുക്ക് നമ്മുടെ പച്ചക്കിളിയായിട്ട് സെറ്റാക്കി കൊടുത്താലോ? അപ്പം അങ്ങനെ പറയാം. അയ്യേ, ഒരാൾ ഫ്ലേർട്ട് ചെയ്യാൻ വേണ്ടി നോക്കുമ്പോൾ അയാൾ ബായി എന്ന് പറയണ. നമ്മൾ വെറുതെ അവളെ നാണം കെടുത്തി ഇയാളുടെ മുമ്പിൽ. 1 2 1 2 3 4 പിന്നെ എന്ത് തേങ്ങയുടെ താൻ നോക്കിയിരിക്കണ്ടായിരുന്നെ? തനിക്ക് വല്ല മറവി രോഗം ഉണ്ടോ? അമ്പടക്കള്ള, അവൻ ഫ്ലേർട്ട് ചെയ്യാൻ നടക്കുക ഇതിന്റെ ഇടയിൽ. ഓക്കെ, നമ്മൾ ക്രാഷ് ആവുമ്പോൾ ഇത് തന്നെ നീ പറഞ്ഞോളാട്ടാ. അപ്പൊ ഇയാൾക്ക് ശരിക്കും ബുദ്ധിയില്ലാട്ടാ. അയാള് പറഞ്ഞത് അങ്ങോട്ട് വിശ്വസിച്ച് പറക്കാൻ പോവാ, ചാടാൻ പോവാ, എന്നിട്ട് കോഷ്ടി കാണിക്കണ്ടല്ലോ. മിണ്ടാണ്ടിരിക്കടോ. ഒരു അപ്പാപ്പൻ അവിടെ ചമച്ച് മൂക്കിന്ന് മഴ പെയ്യിപ്പിക്കുകയാണ്. ആ ചേച്ചിക്ക് ദേഷ്യം വന്നിട്ട് അപ്പൊ നമ്മുടെ പച്ചക്കിളിയെ വിളിച്ചിട്ടുണ്ട് അതിന് സൊല്യൂഷൻ ചോദിക്കാനായിട്ട്. പാവ അപ്പാപ്പ, നമുക്ക് ആ പാപ്പനൊരു മാസ്ക് കൊടുക്കാല്ലേ? അമ്മച്ചി ഇപ്പോഴും കളിപ്പില്ലാന്ന് തോന്നുന്നുണ്ട്. ഒരാള് സുഖമായിട്ട് കൂർക്കാൻ വലിച്ച് ഉറങ്ങായിരുന്നു. പക്ഷെ നമ്മുടെ പച്ചക്കിളിക്ക് അവനെ എഴുന്നേൽപ്പിക്കണം. എങ്ങനെ എഴുന്നേൽപ്പിക്കുക? വെള്ളം ഒഴിക്കണോ അതോ മുഖത്തടിക്കണോ? വല്ലാത്തൊരു ഓപ്ഷൻ ആണല്ലോ തന്നിരിക്കണേ. നമുക്ക് മോന്തയ്ക്ക് വെള്ളം ഒഴിച്ച് നോക്കാം. ഇതിനൊക്കെ ആരെങ്കിലും നന്ദി പറഞ്ഞിട്ടോ? നമ്മുടെ പച്ചക്കിളി ഹെയർ സ്റ്റൈലൊക്കെ മാറ്റി പിങ്ക് ആക്കിട്ടോ. അതാ ഒരു പെണ്ണ് ആത്മഹത്യ ചെയ്യാൻ പോണു. കൂടെ എല്ലാരും കൂടി കൊല്ലാൻ നോക്കാണല്ലോ. ഇവൾക്ക് വേറെ സ്ഥലമൊന്നും കിട്ടിയില്ലേ ചാടാനായിട്ട്? ആരോ തേച്ചിട്ട് പോയതിന് അവള് ബാക്കിയുള്ളവരുടെ ജീവനും കൂടിയിട്ട് അപകടത്തിലാക്കാൻ പോവാ. നമുക്ക് ആദ്യം ആ ഡോറ് ക്ലോസ് ചെയ്യാൻ പറ്റുമോ നോക്കാം. അയ്യോ, നമ്മുടെ പച്ചക്കിളി മറന്നുപോയി. നമുക്ക് ഒന്നും കൂടി ട്രൈ ചെയ്ത് നോക്കാം. ഇപ്രാവശ്യം സഹായിക്കാനായിട്ട് നമുക്ക് ഒരാളെയും കൂടി വിളിക്കാം. ഇനി സഹായിക്കാൻ വന്ന ഈ ചേട്ടൻ പറന്നു പോവോ? അയ്യോ, കഷ്ടത്തിലാവല്ലോ. രക്ഷപ്പെട്ടു. അവളുടെ ഡ്രസ്സ് പൊടിഞ്ഞല്ലോ. ചാടാൻ നേരം പേടിയുണ്ടായില്ല, എന്നിട്ടാണ് ഇപ്പൊ ഡ്രസ്സിനെ കുറിച്ച് പറയണേ. അയ്യേ, പാവാട ഊരാനൊന്നും പറ്റില്ല. നമുക്ക് ഡ്രസ്സ് കട്ട് ചെയ്തിട്ട് ഹെൽപ്പ് ചെയ്യാം.
സൈഡിൽ നിന്ന് ചെറുതായിട്ട് കട്ട് ചെയ്യണ പകരം ഇവരെന്താ കാണിക്കണേ? അയ്യേ, അവളുടെ ഷട്ടി പോലും കാണുന്നുണ്ടല്ലോ. മാഡം എപ്പോ വരണുള്ളൂ? ഒരാളുടെ ജീവൻ രക്ഷിച്ചതിൽ അഭിനന്ദിക്കാണ്ട് എന്നെ വന്ന് ചീത്ത പറയണ. എന്തിട്ട് വർത്താനം ഈ അമ്മച്ചി പറയണ? Please return back to your seats and fasten your seatbelts. Excuse me, is everything all right? എന്തു പറയാനാ സാറേ, ഞാൻ തന്നെ ഇവിടെ പേടിച്ച് മുള്ളാറായിട്ട് നിൽക്കുക. I am nervous myself. I want to see the pilot. പൈലറ്റിനെ കാണാൻ പറ്റിയ നേരം ആ സമാധാനപ്പെട്ട് ഇവിടെ നിൽക്കടോ. എല്ലാവർക്കും കൂടി പോയിട്ട് അവിടെ കാണാൻ പറ്റുന്നില്ല അങ്ങനെ. But I want to know what's going on. തനിക്ക് എന്താടാ കണ്ണ് കണ്ടൂടെ ഇടിവെട്ടാന്ന്? എനിക്ക് അത്ര വിഷമാണെങ്കിൽ വാ, നമുക്ക് രണ്ടുപേർക്കും പോയി ചോദിക്കാം അയാളോട്. Why is the plane shaking? Oh my God! Why did you bring him inside the cockpit? നമ്മുടെ ക്യാപ്റ്റൻ സാർ പേടിച്ചു പോയിട്ട്. എന്ത് പറയാനാ സാറേ, He was not listening to me. Take him out of here. I will not go unless I know what is wrong with this. അതെ, പ്രശ്നങ്ങളൊക്കെ തന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ താൻ അത് സോൾവ് ചെയ്തിട്ട് ഓടിക്കാൻ പോവാ പ്ലെയിൻ. കുറച്ചു നേരം താനിങ്ങനെ വായടച്ച് കുറച്ചു നേരം ഇങ്ങനെ ഇരിക്കട്ടെ. അയ്യോടെ ചെക്ക, അങ്ങനെ പറഞ്ഞാൽ ശരിയാവില്ല. എനിക്ക് ഇവിടുന്ന് മാറാനൊന്നും പറ്റില്ല. എനിക്ക് അത്ര മുള്ളാൻ മുട്ടുണ്ടെങ്കിൽ നീ ആ പാൻറ്റിൽ അങ്ങോട്ട് മുള്ളിക്കോ, ഒരു കുഴപ്പമില്ല. ഇത് വലിയ കഷ്ടായല്ലോ, ആകെ ഒരു പാൻറ്റുള്ളൂ ചെക്കൻ്റെ കയ്യില്. അപ്പൊ ആ പാൻറ്റി മുള്ളണ്ട, ഞാൻ ഒരു കപ്പ് തരാം, ആ കപ്പിലിരുന്ന് മുള്ളിക്കോട്ടാ. അയ്യോ, നമ്മുടെ പ്ലെയിനിൽ തീ പിടിച്ച്. ഇതെന്താ പുക വന്നോണ്ടിരിക്കണേ? പോയി നോക്കാം വേഗം. ബാത്റൂമിൽ നിന്നാണല്ലോ പുക വരണേ. ഇനി ആരെങ്കിലും സിഗരറ്റ് വലിക്കുകയാണോ അതിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ട്? പിന്നെന്താ എത്ര പുക? താൻ അവിടെ എന്താ ഫുഡ് ഉണ്ടാക്കി കളിക്കുക? ഓ, ഇയാളൊരു സയന്റിസ്റ്റ് ആണല്ലോ. പരീക്ഷണം നടത്താൻ പറ്റിയ സ്ഥലം തന്നെ. കല്ലെടുത്തിട്ട് എയറോപ്ലെയിനിലാണോ തീ ഉണ്ടാക്കാൻ നോക്കണേ? എന്തായാലും ഞാനും ട്രൈ ചെയ്ത് നോക്കട്ടെ. ഇങ്ങനെയൊക്കെ തീ വരുമോ ഗൈസ്? ആ പയ്യന്റെ പേടി മാറ്റാനായിട്ട് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? പേടി മാറിയോടെ ചെക്ക. അങ്ങനെ സമാധാനത്തോടെ പോയോണ്ടിരുന്ന പ്ലെയിൻ ഒരാൾ ഹൈജാക്ക് ചെയ്തു. അതിന് നീ ആരാടാ? ആദ്യം തന്നെ ഒരാളെ കൊണ്ടുപോയാൽ എനിക്ക് വഴക്ക് കിട്ടത്, ഇനി നിന്നെയും കൊണ്ടുപോകണം ഞാൻ. നീ ജാക്ക് ആണെങ്കിൽ ഞാൻ ചില്ലാടോ. ജാക്ക് ആൻഡ് ജിൽ വെന്റ് ഓൺ ദ ഹിൽ. കേട്ടിട്ടില്ലേ ആ പാട്ട് നീ? ഇവനങ്ങനെ വെറുതെ വിട്ടാ ശരിയാവില്ല. ഓക്സിജൻ മാസ്ക് എനിക്ക് എന്താ ഉണ്ടാവാൻ നോക്കിയാലോ? അയ്യേ, നീയൊക്കെ എവിടത്തെ ഹൈജാക്കറാടാ? ജ്യൂസ് ജ്യൂസേ ജ്യൂസ് ജ്യൂസ് വേണോ? ജ്യൂസ് എന്നാടാ നിന്റെ സാൻഡ്വിച്ച്? ബാലൻസ് തിരിച്ചു കൊടുക്കാൻ പറ്റാത്തതിന് അയ്യേ, ഈ അപ്പാപ്പനെ ആരാ കെട്ടിപ്പിടിക്കാൻ പോണേ? എക്സ്ട്രാ ഫുഡ് എന്നാടാ അപ്പാപ്പ, എക്സ്ട്രാ ഫുഡ് കഴിച്ചാൽ മതി. അതാരോ കാര്യമായിട്ട് വിളിക്കണ്ടല്ലോ, എന്താ നോക്കാം. ഇതേടാ നിന്റെ അമ്മാവന്റെ വണ്ടിയല്ലേ തിരിച്ചു വിടാൻ വേണ്ടി നിന്റെ ഫോൺ എടുക്കാൻ. അല്ല, ഈ ഫോണോട് നീ എന്ത് ചെയ്യാനാ പോണ്? അച്ചോടാ വിഷമിക്കണ്ടാട്ടാ, ഞാൻ പൈലറ്റിനോട് വിളിക്കാൻ പറയാം. നീ കഷ്ടപ്പെടണ്ട അത്രയ്ക്ക്. ഇങ്ങനെ വാശി പിടിക്കുന്നവരെ ഞാൻ എന്താ ചെയ്യാന്നറിയോ? ഞാൻ ഇപ്പൊ കാണിച്ചു തരാട്ടാ. കൊറേ നേരമായി തുടങ്ങിയിട്ട് ഇത് വായില് കുത്തി കയറ്റി മിണ്ടാണ്ടിരുന്നോടാ. ഇയാൾ കുറേ നേരമായാലും ടിക്കറ്റ് പിടിച്ചിട്ട് ഓരോരുത്തർ ചൂണ്ടി കാണിച്ചോണ്ടിരിക്കുന്നത്. ഇയാൾക്ക് സീറ്റ് അറിയില്ലേ?
ആദ്യം ടിക്കറ്റ് കാണിച്ച് നിന്റെ ടിക്കറ്റ് ഉണ്ടോ നോക്കട്ടെ ഞാൻ ആദ്യം. നല്ല കള്ള ലക്ഷണം ഉണ്ട് തന്നെ കണ്ട. Show me your ticket. Here you go. ഇയാളെ നമുക്കൊന്ന് കളിപ്പിച്ച് നോക്കിയാലോ? You are in the worm flight. Oh no! What should I do now? I was joking. Your seat is 2 rows back. അയ്യോ പാവ പാപ്പന് തണുക്കുണ്ടെന്ന് തോന്നുന്നു. നമുക്ക് പോയി ഒന്ന് ഹെൽപ്പ് ചെയ്ത് നോക്കാം. I'm feeling cold. പ്രായമായ ആളല്ലേ, നമുക്ക് തണുപ്പ് മാറാനായിട്ട് അപ്പാപ്പന് ഐസോഡ കൊടുത്താലോ? എന്നാ പപ്പ ഐസോഡ കുടിക്കൂ, വേഗം തണുപ്പ് Are മാറും. you bad? അതേടാ ചെറിയൊരു വട്ടുണ്ട്. Where is my food? തനിക്ക് എന്താ വേണ്ടതെന്ന് കൽപ്പിച്ചാലും മഹാരാജൻ. What do you want? I need some delicious fresh food. ഫ്രഷ് വേണം നിനക്ക്? നല്ല ഫ്രഷ് മീൻ ഇരിക്കുന്നുണ്ട്. രാവിലെ തന്നെ ഞാൻ ചൂണ്ടയിട്ട് പിടിച്ച മീനാ, നല്ല ഫ്രഷാ. നിനക്ക് വേണടാ മീൻ? We have raw fish. Can I get something to drink? അയ്യോ ചേട്ടാ, ഡ്രിങ്ക്സ് ഒന്നും ഇല്ല. അത് ഞങ്ങളുടെ പൈലറ്റ് ചേട്ടനില്ലേ, അയാൾ മൊത്തം അത് അങ്ങോട്ട് കുടിച്ചു തീർത്തു. Pilot finished all the drinks. Hey, beautiful. Want to go for a date? അയ്യോ ഞാൻ ഈ സൗന്ദര്യം കൊണ്ട് തോറ്റു. എല്ലാരും ഡേറ്റിന് വിളിച്ച ഞാൻ ആരുടെ കൂടെ ഒക്കെ പോണം? ഇവനിൽ നിന്ന് എസ്കേപ്പ് അടിക്കാൻ വേണ്ടി എന്തെങ്കിലും സൂത്രം പറയാം. First, I need to board my flight. Let's date in the flight. പക്ഷേ ഈ പൊട്ടലിൽ നിന്ന് രക്ഷപ്പെടാൻ എളുപ്പമല്ലല്ലോ. Sure. Where are you flying to? Antarctica? എവിടെ? അന്റാർട്ടിക്കിലേക്ക്. അവിടുന്ന് ജീവനോടെ തിരിച്ചു വരികയാണെങ്കിൽ നമുക്ക് കാണാട്ടാ. See you in next life. ഇപ്പൊ നമ്മുടെ ഫ്ലൈറ്റിലെ ലാസ്റ്റ് ഡേ ആയി വന്നോണ്ടിരിക്കുക. അതൊരാൾ ഒളിച്ചും പതിഞ്ഞും വന്നിട്ട് ഫുഡ് കട്ടെടുക്കണം. ഏട്ടാ കള്ള, നിന്നെ ഞാൻ പിടിച്ചല്ലോ. താൻ ഒളിച്ചിരുന്ന് ചോദിച്ചാൽ ഞാൻ അറിയില്ല എന്ന് വിചാരിച്ചോ? Excuse me. You can't eat from the trolley. But I was sleeping when you served. തന്നെ ഞാൻ എത്ര തവണ വിളിച്ചു എന്നറിയോ? വിളിച്ചിട്ട് താൻ എന്നെ ചീത്ത വിളിക്കുകയും ചെയ്തു. തനിക്ക് ഇനി ഫുഡ് ഇല്ലടോ. ഈ ഫുഡ് ഞാൻ തന്നെ കഴിക്കാൻ പോവാ. Please, I will die of hunger. താൻ പോടോ തടിയ. താൻ ഫുഡ് കഴിച്ച് ഇനിയും കുഴപ്പമൊന്നുമില്ല. You deserve that. You are heartless. ഓ എന്തോ പ്രോഗ്രാം ആണെന്ന് And തോന്നുന്നു. the winner for the hostess of the year is Natalia. Haha, you suck. നീ ജയിച്ചതിനെനിക്ക് കുശുമ്പൊന്നുമില്ല, പക്ഷെ എന്നെ തെറി വിളിക്കാൻ നീ ആരടി? അങ്ങനെ അവളുടെ അഹങ്കാരത്തിനുള്ളത് അവൾക്ക് കിട്ടിയിട്ടുണ്ട്. ഇതുപോലത്തെ വേറൊരു ഗെയിമുമായിട്ട് ഞാൻ വേറൊരു ദിവസം വരാം. ബൈ.